ചെന്നായയും ആട്ടിൻകുട്ടിയും. ചെന്നായയും ആട്ടിൻകുട്ടിയും. ഒരു ഗ്രാമത്തിൽ കുറേ ആടുകളെ വളർത്തിയിരുന്നു. അടുത്തുള്ള കാട്ടിലാണ് അവയെ മേയാൻ വിട്ടിരുന്നത്. കൂട്ടം തെറ്റിപ്പോയാൽ അറിയുന്നതിനായി അയാൾ എല്ലാ ആട്ടിൻകുട്ടികളുടെ കഴുത്തിലും മണി കെട്ടിത്തൂക്കിയിരുന്നു. താനില്ലാത്തപ്പോൾ നോക്കുന്നതിനായി ആട്ടിടയൻ ഒരു നായയെയും അയാൾ വളർത്തിയിരുന്നു. ഒരിക്കൽ ഒരു ആട്ടിൻകുട്ടി വഴിതെറ്റുവാനിടയായി. ഒറ്റയ്ക്കായപ്പോൾ അവന് ഭയം തോന്നി. ആട്ടിൻകൂട്ടങ്ങളെ നിർദ്ദയം കൊന്നൊടുക്കുന്ന കാട്ടിലെ ക്രൂരമൃഗങ്ങളെക്കുറിച്ച് അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. താൻ ഭയന്നതുപോലെ തന്നെ ഒരു ചെന്നായ ഓരിയിടുന്നത് അവൻ കേട്ടു. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ചാടിയെടുത്തു. ബുദ്ധിമാനായ ആട്ടിൻകുട്ടി പറഞ്ഞു, ഹേ ചെന്നായെ, ഞാൻ ഇപ്പോൾ കുറേയധികം പുല്ല് തിന്ന് തീർത്തതേയുള്ളൂ. താങ്കൾ ഇപ്പോൾ എന്നെ പിടിച്ചു തിന്നാൽ പുല്ലിൻ്റെ മണമുണ്ടാകും. കുറേ നേരം കൂടി കാത്തിരുന്നാൽ പുല്ല് ദഹിക്കും. എൻ്റെ മാംസത്തിന് രുചിയും ഉണ്ടാകും. ശരിയാണെന്ന് കരുതി ചെന്നായ കാത്തിരിക്കുവാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് ചെന്നായ ചോദിച്ചു, പുല്ല് ദഹിച്ചു കഴിഞ്ഞോ? ആട്ടിൻകുട്ടി മറുപടി പറഞ്ഞു, മിക്കവാറും. എന്നെ നൃത്തം ചെയ്യുവാൻ അനുവദിച്ചാൽ ബാക്കി പെട്ടെന്ന് ദഹിച്ചു കിട്ടും. ചെന്നായ ഉടൻ തന്നെ അനുവാദം കൊടുത്തു. ആട്ടിൻകുട്ടി നൃത്തം തുടങ്ങിയ ഉടൻ തന്നെ കഴുത്തിൽ കിടന്നിരുന്ന മണി കുലുങ്ങുവാൻ തുടങ്ങി. ചെന്നായ നൃത്തത്തിൽ മുഴുകിയിരുന്നു. തനിക്ക് ലഭിക്കുവാൻ പോകുന്ന രുചികരമായ മാംസം മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. ആട്ടിൻകുട്ടി തൻ്റെ ചുവടുകളുടെ വേഗത വർദ്ധിപ്പിച്ചു. അതിനനുസരിച്ച് മണികിലുക്കവും കൂടി വന്നു. ആട്ടിൻപറ്റത്തിനരികിൽ നിന്നിരുന്ന ഇടയൻ നായ അത് കേട്ടു. കിലുക്കം കേട്ട് അവൻ ഓടിയടുത്തു. ചെന്നായ്ക്ക് മുൻപിൽ നൃത്തം ചെയ്യുന്ന ആട്ടിൻകുട്ടിയെ കണ്ട് അവന് കാര്യം പിടികിട്ടി. ഒട്ടും താമസിയാതെ അവൻ കുരച്ചുകൊണ്ട് ചെന്നായ്ക്ക് മേൽ ചാടി വീണു. ചെന്നായ ഭയന്നുകൊണ്ട് ഓടിപ്പോയി. ആട്ടിൻകുട്ടിയെ മറ്റ് ആടുകൾക്ക് അരികിലേക്ക് നയിച്ചുകൊണ്ട് ആട്ടിടയനായ അവൻ പറഞ്ഞു, നീ ബുദ്ധിമാനായ ആട്ടിൻകുട്ടിയാണ്. സന്തുഷ്ടനായ ആട്ടിൻകുട്ടിക്ക് തൻ്റെ കൂട്ടത്തോടൊപ്പം ചേർന്നപ്പോൾ അമിതമായ ആശ്വാസം തോന്നി. അവൻ കൂട്ടത്തിൽ ചേർന്ന് യാത്രയായി. ഗുണപാഠം: ബുദ്ധിസാമർഥ്യം ജീവരക്ഷയ്ക്കെത്തുന്നു.